ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യനാണ് ഈ ലോജിക്കൽ ഓപ്പറേഷൻസ് തന്നിട്ട് അതിൻ്റെ റിസൾട്ട്. എപ്പോഴും ഒരു ലോജിക്കൽ ഓപ്പറേഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അപ്പോൾ ഒരു കണ്ടീഷൻ തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞാൽ ഒന്നിൽ ശരി അല്ലെങ്കിൽ തെറ്റ്, ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. അത് സാധാരണയായി കമ്പ്യൂട്ടറിൽ ട്രൂ എന്നുള്ളതിന് പകരം 1 എന്നും ഫോൾസ് എന്നുള്ളതിന് വരെ 0 എന്നുമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ തരത്തിൽ വേണം അത്തരം ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എഴുതാൻ. ചിലപ്പോൾ അങ്ങനെ തന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് കിട്ടുന്നതെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ ടൈപ്പ് കൺവേർഷൻ എന്താണെന്ന് ചോദിക്കാം. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ടൈപ്പ് കൺവേർഷൻസ്? ഒരു ഡേറ്റ ടൈപ്പിനെ മറ്റൊരു ഡേറ്റ ടൈപ്പ് ആക്കി മാറ്റുന്നതിനെ പറയുന്നതാണ് ടൈപ്പ് കൺവേർഷൻ. അത് കമ്പൈലർ തന്നെ ചെയ്യും. അങ്ങനെ ചെയ്യുന്നതിനെ നമ്മൾ ഇംപ്ലിസിറ്റ് കൺവേർഷൻ അല്ലെങ്കിൽ ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറയും. നമ്മളായിട്ട് ചെയ്യുന്നതിനാണ് പറയുന്നത് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ അല്ലെങ്കിൽ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയും. അപ്പോൾ സാധാരണഗതിയിൽ ഹയർ ഡേറ്റ ടൈപ്പിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ ഒരു ഫ്ലോട്ട് നമ്പർ, അതായത് 5.0/2 എന്ന് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് 2.5 എന്നുള്ള അതിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും. കാരണം 5 എന്ന് പറഞ്ഞത് ഒരു ഫ്ലോട്ടാണ്. അപ്പോൾ ഇന്ത്യനെക്കാട്ടിലും വലിയ ഡേറ്റ ടൈപ്പ് ആയതുകൊണ്ട് അതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. പക്ഷേ 5/2 എന്ന് കൊടുത്താൽ 2 ഇൻറ്റീജർ ആയതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് 2 കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ള കേസിൽ നമ്മളൊരു ബ്രാക്കറ്റിൽ ഫ്ലോട്ട് എന്ന് കൊടുത്തിട്ട് ഇതിനെ ഡെസിമൽ പോയിന്റ് ആയിട്ട് ടൈപ്പാണ്, ഇങ്ങനത്തെ ടൈപ്പ് ആണെന്ന് പറഞ്ഞ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനെയാണ് പറയുന്നത് ടൈപ്പ് കാസ്റ്റിംഗ്. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. അതിന് എക്സാമ്പിളും കൂടെ വേണം എഴുതാൻ. നേരത്തെ പറഞ്ഞ നമ്മൾ ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്റേഴ്സ് കുറച്ചുണ്ട്. പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, എ ഈസ് ഈക്വൽ ടു a+6 എന്ന് കൊടുക്കുന്നതിന് പകരം a+6 എന്ന് കൊടുത്താൽ മതിയാവും. അങ്ങനെയുള്ള ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്റേഴ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ ഒന്ന് നോക്കി വെക്കണം. അത് കാരണം എ ഈസ് ഈക്വൽ ടു a+6 എന്നുള്ളത് എഴുതുന്നതിന് പകരം നമുക്ക് a+=6 എന്ന് കൊടുത്താൽ മതി. a ഈസ് ഈക്വൽ ടു a-6 എന്നാണെങ്കിൽ a-6 എന്ന് കൊടുക്കുക. ഇനി a ഈസ് ഈക്വൽ ടു a+1 എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനെ എത്ര തരത്തിൽ റെപ്രസെന്റ് ചെയ്യാം എന്ന് ചോദിച്ചാൽ അത് a++ എന്ന് കൊടുക്കാം, ++a എന്ന് കൊടുത്താലും അതേ അർത്ഥം തന്നെയാണ്. ഇനിയും a+=1 എന്ന് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതാനായിട്ട് ഒരു തവണ ചോദിച്ചിരുന്നു. അതും കൂടെ നിങ്ങൾ ഒന്ന് ഓർമ്മയിലേക്ക് എടുത്തോണം. ഇനിയും അതിനകത്തിലെ 7ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണ്. നമ്മളൊരു പ്രോഗ്രാമിന്റെ നോർമൽ യാത്ര എന്ന് പറയുന്നത് ഒന്നിനു പുറകെ ഒന്നായിട്ട് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. എൻ്റെ നോർമൽ ഫ്ലോയെ മാറ്റം വരുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് പറയുന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ നമ്മൾ റോഡിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളൊരു സിഗ്നൽ കാണുന്നു, ആ സിഗ്നലിൽ നിർത്തുന്നു. നിർത്തിയതിന് ശേഷം സിഗ്നൽ റെഡ് ആണെങ്കിൽ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുന്നു, ഗ്രീൻ ആകുമ്പോൾ നമ്മളത് ഇവിടുന്ന് പോകുന്നു. അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയുള്ള ഒരു ജംഗ്ഷൻ പോലെ ഉള്ള ചില ഘട്ടങ്ങൾ വരും. അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കേസുകളിലാണ് കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. കൺട്രോൾ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് 2 തരമാണുള്ളത്. ഒന്ന് ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ്സും ഒന്ന് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. ഡിസിഷൻ എന്ന് പറഞ്ഞാൽ തീരുമാനം എടുക്കാൻ വേണ്ടിയുള്ള സ്റ്റേറ്റ്മെന്റ്. ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യണം, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ പറഞ്ഞിട്ട് നമുക്കൊരു കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കേണ്ട സ്റ്റേറ്റ്മെന്റ് ആണ് ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ്സ്. ഇനി ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവർത്തിച്ച് ചെയ്യാൻ വേണ്ടി ഒരേ കാര്യം തന്നെ നമുക്ക് പലതവണ ആവർത്തിക്കണം. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ലൂപ്പിംഗ് അഥവാ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ്. ഇപ്പോൾ ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് വരുന്നത് ഈഫ് എൽസ്, സ്വിച്ച് കേസ്. ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് വരുന്നത് വൈല്, ഡു വൈല്, ഫോർ ലൂപ്പ്. ഇനി ചോദിക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈഫ് എൽസും സ്വിച്ച് കേസും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കുക. ഈഫ് എൽസും സ്വിച്ച് കേസും തമ്മിലുള്ള വ്യത്യാസം അത് തിയറി ആയിട്ട് ചോദിക്കാം.
if else എഴുതിയിരിക്കുന്ന ഒരു കാര്യം സ്വിച്ച് കേസിലേക്ക് മാറ്റി എഴുതുന്നത് എങ്ങനെയാണെന്നുള്ളതും ചോദിക്കുക. ഇതൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം അതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിനകത്തിൽ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിന് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് നോക്കുക. പിന്നെ അതേപോലെ തന്നെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ അതിനകത്ത് ഇങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ആദ്യം അതെന്താണെന്ന് എഴുതുക, അതിനുശേഷം അതിൻ്റെ സിൻടാക്സ് എഴുതുക, അതിനുശേഷം അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കുക എങ്ങനെയാണെന്നുള്ളത്. ഇത്തരത്തിൽ വേണം അത് എഴുതാനായിട്ട്. അത് നമ്മൾ തന്നിരിക്കുന്ന നോട്ടിനകത്തിലൊക്കെ അത് നോക്കി വേണം എഴുതാൻ. 5 മാർക്കിനൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അതുപോലെ പരസ്പരം മാറ്റി എഴുതാൻ ചോദിക്കും. വയലിൽ തന്നിരിക്കുന്നത് എടുത്ത് ഫോർ ലൂപ്പിലേക്ക് മാറ്റാനും ഫോർ ലൂപ്പിൽ തന്നിരിക്കുന്നത് വയലിലേക്ക് മാറ്റാനും അങ്ങനെയൊക്കെ ചോദിക്കും. പിന്നെ എൻട്രി കൺട്രോൾ ലൂപ്പും എക്സിറ്റ് കൺട്രോൾ ലൂപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അതിനകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. എൻട്രി കൺട്രോൾ എന്ന് പറയുന്നതാണ്. അതേപോലെ എക്സിറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു പ്രാവശ്യം കയറിയതിന് ശേഷമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അതാണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. അപ്പോൾ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ഉള്ളത് ഡു വൈൽ മാത്രമേ ഉള്ളൂ. എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് അതിൻ്റെ മിനിമം എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ 1 ഒരു തവണ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ കണ്ടീഷൻ നോക്കത്തുള്ളൂ. ഫോർ ലൂപ്പിലും വൈൽ ലൂപ്പിലും ഡയറക്റ്റ് ആയിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അതിനുള്ളിലേക്ക് ആ ലൂപ്പിലേക്ക് കയറാനായിട്ട് അനുവദിക്കത്തുള്ളൂ. ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആവർത്തിച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെ പറയുന്ന പേരാണ് ലൂപ്പിംഗ് അഥവാ ഐട്രേഷൻ അഥവാ റെപ്പറ്റീഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ഡിസിഷൻ ബേസ് ചെയ്ത് തീരുമാനം എടുക്കാൻ വേണ്ടിയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ പറയുന്നതാണ് ഈഫ്, എൽസ്, സ്വിച്ച് കേസ്. ഒരുപാട് ഈഫ് എൽസ്, ഒത്തിരി ഈഫ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഒരുപാട് ഈഫ് എൽസ് വരുമ്പോൾ നമുക്കത് സ്വിച്ച് കേസ് എന്നുള്ള കുറച്ചും കൂടെ സിമ്പിളായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു പുതിയൊരു സിസ്റ്റം കൂടെ അതിനകത്തിൽ കൊടുത്തെന്നുള്ളതേ ഉള്ളൂ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി കൊടുക്കുന്നതേ ഉള്ളൂ. അത് ഈഫ് എൽസ് പോലെ തന്നെ വർക്ക് ചെയ്യും, പക്ഷേ അത് കുറച്ചും കൂടെ ഫ്ലെക്സിബിളാണ്. നമുക്ക് വളരെ എളുപ്പം അത് കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ ആ കണ്ടീഷൻ അത് തമ്മിലുള്ള വ്യത്യാസം കൂടെ നോക്കി ഒന്ന് പഠിച്ചോണം. ഇനി നെസ്റ്റഡ് ഈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഈഫിനകത്തിൽ മറ്റൊരു ഈഫ് വരികയാണെങ്കിൽ അതിനെയാണ് പറയുന്നത് നെസ്റ്റഡ് ഈഫ്. അല്ലെങ്കിൽ ഒരു ഫോറിനകത്തിൽ മറ്റൊരു ഫോർ വരികയാണെങ്കിൽ അതിനെയാണ് നെസ്റ്റഡ് ഫോർ എന്ന് പറയുന്നത്. പിന്നെ ഒരു ലൂപ്പിന് 4 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഇനിഷ്യലൈസേഷൻ, പിന്നെ കണ്ടീഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയും, പിന്നെ അപ്ഡേഷൻ, ബോഡി ഓഫ് ദ ലൂപ്പ്. ഇങ്ങനെ 4 ഭാഗങ്ങളായിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങളും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇനി നമ്മുടെ 8ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. എന്താണ് കമ്പ്യൂട്ടറിൻ്റെ നെറ്റ്വർക്കിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് അത് ഓർത്ത് വെക്കണം. നെറ്റ്വർക്കിൻ്റെ അഡ്വാൻറ്റേജ് പോയിന്റ്സ് ഓർക്കുക. അതിനുശേഷം കുറച്ച് ടേംസ് ഉണ്ട്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, നോയ്സ് എന്താണ്, നോഡ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതിനെ തുടർന്ന് കമ്മ്യൂണിക്കേഷൻ മീഡിയ എന്തൊക്കെയാണ്, കമ്മ്യൂണിക്കേഷൻ മീഡിയ ഏതൊക്കെയാണ്, ഗൈഡഡ് മീഡിയ ഉണ്ട്, അൺഗൈഡഡ് മീഡിയ ഉണ്ട്. അത് നന്നായിട്ട് നോക്കി മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ഇനി ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അത് നോക്കണം. അതുപോലെ ഡാറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസുകൾ എന്തൊക്കെ, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ നമുക്കറിയാം. ബ്രിഡ്ജ്, റൂട്ടർ, ഹബ്ബ്, ഗേറ്റ്വേ, റിപ്പീറ്റർ, ഇങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിൽ ബ്രിഡ്ജും റൂട്ടറും ഗേറ്റ്വേയും ചോദിക്കും. അത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. അത് നോട്ട്സിലെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഇനി എന്തൊക്കെയാണ് ഡാറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റ്സ്? അതൊന്ന് മോഡമാണ്, ഒന്ന് മൾട്ടിപ്ലക്സർ, മൾട്ടിപ്ലക്സർ. അതും ചോദിക്കും. ഡാറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റ്സ്. മൾട്ടിപ്ലക്സർ എന്ന് പറഞ്ഞാൽ ഒരു ചാനലിലൂടെ ഒരുപാട് ഡാറ്റ കടത്തിവിടും. മൾട്ടിപ്ലക്സർ എന്ന് പറയുമ്പോൾ ഒരേ ചാനലിലൂടെ വരുന്ന ഒരുപാട് ഡാറ്റകളിൽ നിന്ന് നമ്മളുടെ ഡാറ്റ വേർതിരിച്ചെടുക്കുന്ന ആ പ്രക്രിയയാണ് മൾട്ടിപ്ലക്സർ. ഇനിയും അതിനകത്തിൽ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടോപ്പോളജി എന്താണ്? ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ എ നെറ്റ്വർക്ക്. അത് എത്ര ടൈപ്പ് ഉണ്ട്? റിങ്, സ്റ്റാർ, മെഷ്, ബസ്, ഇങ്ങനെ പല ടൈപ്പ് ടോപ്പോളജി ഉണ്ട്. ഇപ്പം നിങ്ങളുടെ സ്കൂളിലെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ബാങ്കിലെ കമ്പ്യൂട്ടറുകൾ പരസ്പരം ഇന്റർകണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ എന്ത് സജഷൻ കൊടുക്കും?
നമ്മുടെ ബാങ്കിലെ ആണെങ്കിൽ നമ്മൾ സ്റ്റാർ നെറ്റ്വർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങേയറ്റം സെക്യൂരിറ്റി വേണ്ട കേസുകളാണെങ്കിൽ നമ്മൾ ഏറ്റവും നല്ല നെറ്റ്വർക്ക് എന്ന് പറയുന്നത് മെഷ് നെറ്റ്വർക്കാണ്. അത് ഏറ്റവും ചിലവേറിയതാണ്. നമുക്ക് സാധാരണഗതിയിൽ സ്റ്റാർ നെറ്റ്വർക്കിൻ്റെ ആവശ്യമുള്ളൂ. സ്കൂളിലാണെങ്കിൽ നമുക്ക് റിംഗ് ടോപ്പോളജി ഉപയോഗിക്കാം. അപ്പോൾ അത് എഴുതുമ്പം അതിൻ്റെ ഒരു ചിത്രം വരയ്ക്കണം, അതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ ദോഷങ്ങൾ, അത്തരത്തിൽ വേണം അത് എഴുതാനായിട്ട്. ശ്രദ്ധിക്കണം. ഇനി നെറ്റ്വർക്കിൻ്റെ ടൈപ്പ് എന്തൊക്കെയാണ്? ലാന്, വാന്, മാന്, പാൻ, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, അങ്ങനെ 4 തരത്തിലാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. അതുപോലെ ഇനി വേറൊരു ക്ലാസിഫിക്കേഷനോട് ചോദിക്കുക, ലോജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് നെറ്റ്വർക്ക് എന്ന് ചോദിച്ചാൽ പിയർ ടു പിയർ, അതുപോലെ ക്ലയൻറ്റ് സെർവർ, ഇങ്ങനെ 2 തരം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പിയർ ടു പിയർ എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പ്യൂട്ടറുകളും ഒരേപോലെ തന്നെ കണക്കാക്കുന്നത്. ക്ലയൻറ്റ് സെർവർ എന്ന് പറഞ്ഞാൽ സെർവർ കപ്പാസിറ്റി കൂടിയ കമ്പ്യൂട്ടറും ക്ലയൻറ്റ് എപ്പോഴും റിക്വസ്റ്റ് കൊടുക്കുകയും സെർവർ എപ്പോഴും അത് തരാൻ ബാധ്യതയുള്ള ആളും, അത്തരത്തിലാണ് അതിനകത്തിൽ അറേഞ്ച്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. പലതരം സെർവറുകളുണ്ട്. പ്രിൻ്റർ കൊടുക്കുന്ന സെർവറുണ്ട്, പ്രിൻ്റർ സെർവർ. ഫയൽ സെർവ് ചെയ്യുന്ന കമ്പ്യൂട്ടറാണെങ്കിൽ നമ്മൾ ഫയൽ സെർവർ എന്ന് പറയും. ഡേറ്റ കൊടുക്കുന്നതാണെങ്കിൽ ഡേറ്റാബേസ് സെർവർ എന്ന് പറയും. അങ്ങനെ വിവിധ തരം സെർവേഴ്സ് ഉണ്ട്. അപ്പോൾ ക്ലയൻറ്റ് സെർവർ എന്നുള്ള ആ ഒരു വാക്കും കൂടെ ഓർത്ത് ഇരിക്കണം. ഇനി പ്രോട്ടോകോൾസ് ആണ്, നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ്. നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. റോഡിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ റോഡിൽ പല നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ടി വരുന്ന പോലെ നെറ്റ്വർക്കിൽ നമുക്ക് പാലിക്കേണ്ട നിയമങ്ങളെയാണ് പറയുന്നത് പ്രോട്ടോകോൾസ്. പ്രോട്ടോകോൾസ് പല ടൈപ്പ് ഉണ്ട്. TCP IP ഉണ്ട്, HTTP പ്രോട്ടോകോൾ ഉണ്ട്, FTP ഉണ്ട്. ഇത് ഏതെങ്കിലുമൊക്കെ ചോദിക്കാം. സാധാരണ TCP IP ആണ് വീണ്ടും വീണ്ടും ചോദിച്ച് കാണുന്നത്. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ബാർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ. ഇത് നമ്മളൊരു ഡേറ്റ പാസ് ചെയ്യുമ്പോൾ ഒന്നിച്ച് ഫുൾ ഡേറ്റ ആയിട്ടല്ല അത് പാസ് ചെയ്യുന്നത്. അതിനെ പല പല പാക്കറ്റുകളാക്കി തിരിക്കും. ആ പാക്കറ്റുകളാക്കുന്ന ആ പ്രക്രിയയാണ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ചെയ്യുന്നത്. ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അതിൻ്റെ അപ്പുറത്തെ എൻഡിൽ ഇതെല്ലാം അവിടെ എത്തി എന്ന് ഉറപ്പുവരുത്തുന്ന പ്രോട്ടോകോളാണ് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ. പാക്കറ്റുകളല്ലാതെ ഓർഡർ തന്നെ എത്തി എന്ന് ഉറപ്പുവരുത്തുന്ന പ്രോട്ടോകോളാണ് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ. ഇനി FTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോളാണ്. നമുക്കൊരു ഫയൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക്, മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോട്ടോകോളാണ് FTP. അതിന് എക്സാമ്പിളാണ് QTFTP എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർസ് എക്സാമ്പിളാണ്. ഇനി എന്താണ് DNS എന്ന് പറഞ്ഞാൽ? ഡൊമൈൻ നെയിം സെർവർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സാണ് സാധാരണഗതിയിൽ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ ആ വെബ്സൈറ്റ് അഡ്രസ്സ് നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ്സ് നമുക്ക് തിരിച്ചു തരുന്ന സെർവറിനെ പറയുന്ന പേരാണ് ഡൊമൈൻ നെയിം സെർവർ. ഇപ്പോൾ മൊബൈലിൽ നമ്മൾ കോൾ ചെയ്യുമ്പോൾ ആദ്യം പേരാണ് സെലക്ട് ചെയ്യുന്നത്. ആ പേര് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്പർ വന്നിട്ട് അതിലേക്ക് ഡയൽ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. എന്ന് പറയുന്ന പോലെ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകൾക്കും ഒരു IP അഡ്രസ്സ് ഉണ്ട്, ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്സ്. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ആ വെബ്സൈറ്റ് അഡ്രസ്സിൽ നിന്ന് തിരിച്ച് അതിൻ്റെ IP അഡ്രസ്സ്, അതിൻ്റെ നമ്പർ തിരിച്ചു തരുന്ന ആ ജോലി ചെയ്യുന്ന സെർവറിനെ പറയുന്ന പേരാണ് ഡൊമൈൻ നെയിം സെർവർ. ഇനി എന്താണ് MAC അഡ്രസ്? MAC അഡ്രസ്, അതായത് മീഡിയ ആക്സസ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടൊരു അഡ്രസ്സ് ഉണ്ട്. അത് നമ്മൾ ഏത് സാധനം, അതായത് ഇലക്ട്രോണിക് സാധനങ്ങൾ, നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സാധനങ്ങൾക്കും മാനുഫാക്ചറായിട്ട് കൊടുക്കുന്ന ഒരു നമ്പറുണ്ട്, ഒരു സീരിയൽ നമ്പർ ഉണ്ട്. അതിനെയാണ് നമ്മൾ പറയുന്നത് MAC അഡ്രസ് എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ അത് സപ്ലൈ ചെയ്യുന്നുണ്ട്. ആ നമ്പറിനെയാണ് പറയുന്നത്. അതൊരു 12 ഡിജിറ്റുള്ള ഒരു നമ്പറായിരിക്കും. ആ സിംഗിൾ ഐറ്റത്തിന് മാത്രമേ ആ നമ്പർ കാണത്തുള്ളൂ. അത് യുണീക്ക് ആയിരിക്കും. മാനുഫാക്ചറർ കൊടുക്കുന്ന ഹാർഡ്വെയർ നമ്പറാണ്. അതിനെയാണ് പറയുന്നത് MAC അഡ്രസ്. ഇനി എന്താണ് IP അഡ്രസ്? IP അഡ്രസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്. ലോകം മുഴുവനുള്ള എല്ലാ കമ്പ്യൂട്ടറുകൾക്കും ഒരു 4 ഭാഗങ്ങളായിട്ടുള്ള ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഇൻ്റർനെറ്റിൽ അത് കണക്ട് ചെയ്യപ്പെടുമ്പോൾ നെറ്റ്വർക്കിൽ ആ 4 പാർട്ട് അഡ്രസ്സിനെ പറയുന്ന പേരാണ് IP അഡ്രസ്. അത് IPv4 എന്ന് പറഞ്ഞാൽ വേർഷൻ 4 ആണ്. ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ വേർഷൻ 4 എന്ന് പറഞ്ഞാൽ അതിൽ ഉപയോഗിക്കുന്നത് 32 ബിറ്റാണ്. IPv6 ആകുമ്പോൾ 128 ബിറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും, IPv4 എത്രയാണ് ഉപയോഗിക്കുന്നത്? 32 ബിറ്റാണ്. IPv6 128 ബിറ്റാണ് ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് ഒരു URL എന്ന് പറഞ്ഞാൽ? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ.
ഇൻ്റർനെറ്റിൽ ഉള്ള ഒരു വിഭവത്തിന് നമ്മൾ കൊടുക്കുന്ന യൂണിഫോമായിട്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ആ www.dhsckerala/index.html എന്ന് കൊടുത്താൽ അതിനെയാണ് നമ്മളൊരു URL എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കും. അതിന് 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് പ്രോട്ടോകോൾ, അതിനുശേഷം ഡൊമൈൻ നെയിം, അതിനുശേഷം അതിൻ്റെ ഫയൽ നെയിം. അപ്പോൾ ആ 3 ഭാഗങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് അത് മാർക്ക് ചെയ്ത് കാണിക്കണം. ഏതാണ് 3 ഭാഗങ്ങളെന്ന് അത് എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിക്കും. അപ്പോൾ അത് പഠിച്ചു വെക്കണം. ഇനി ഇൻ്റർനെറ്റിൻ്റെ ഫാദർ ആരാണ്? ഫാദർ ഓഫ് ഇൻ്റർനെറ്റ് എന്ന് ചോദിക്കാം. വിൻസെർഫ് എന്ന് പറഞ്ഞിട്ടൊരു ശാസ്ത്രജ്ഞനാണ് ഇൻ്റർനെറ്റിൻ്റെ ഫാദർ ഓഫ് ഇൻ്റർനെറ്റ് ആരാണെന്ന് ചോദിച്ചാൽ വിൻഡ്സെർഫ്, VINTCERF, വിൻഡ്സെർഫ്. ഇനി അതുപോലെ വേൾഡ് വൈഡ് വെബ് WWW എന്ന് പറയുന്നത് ആരാണ് പ്രപ്പോസ് ചെയ്തത്? അത് ടിം ബെർണേഴ്സ്-ലീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ശാസ്ത്രജ്ഞനാണ്. അങ്ങനെയുള്ള ചിലപ്പം അതൊക്കെ ബ്രാക്കറ്റിൽ കുറേ ഓപ്ഷൻ നിന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾ പുറത്തിരിക്കണം. ഇനി ഇൻ്റർനെറ്റും ഇൻട്രാനെറ്റും എക്സ്ട്രാനെറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ പടർന്നു കിടക്കുന്ന നെറ്റ്വർക്കുകളെല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു ശൃംഖലയാണ് ഇൻ്റർനെറ്റ്. ബിറ്റ്വീൻ നെറ്റ്വർക്ക് എന്നാണ് അതിനർത്ഥം. ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ്